ഹായ് ഹലോ എവരി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്ക് സുഖാട്ടം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത് ന്യൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കുള്ള ഒരു വ്ളോഗാട്ടോ. അവരുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെ കൂട്ടാം, ജെന്യുവനായ സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം എന്നുള്ളതാട്ടോ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ പലരും നല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കൊക്കെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. അതിന് ചിലവർ ക്യാഷ് കൊടുത്ത് ചെയ്യും, ചിലവർ നമ്മൾ കഷ്ടപ്പെട്ട് ഇടങ്ങേറായി ബുദ്ധിമുട്ടി നിവർന്ന് വരും. ചിലവർ പുതിയതായി കണ്ടുപിടിച്ചതാണ് നമ്മളെ പുതിയ ടെക് ചാനലുകളുടെയൊക്കെ താഴെ പോയിട്ട് ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞ് കുറേ സബ്സ്ക്രൈബേഴ്സുകളെ വാങ്ങിക്കൂട്ടും. ചിലവർക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, പക്ഷെ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, പക്ഷെ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതും പിന്നെ ഈ ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞ് വാങ്ങണ സബ്സ്ക്രൈബേഴ്സും റോബോട്ട് സബ്സ്ക്രൈബേഴ്സാണ്. അവരാരും നമ്മളെ വീഡിയോസ് കാണാൻ പോകുന്നില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് അല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു യൂട്യൂബ് ചാനലാകുമ്പോൾ അതിൽ നിന്നും ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ വ്യൂസ് കൂടണമെങ്കിൽ അതുപോലുള്ള സബ്സ്ക്രൈബേഴ്സ്, ജെനുവനായ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരണം. അതിന് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആവണം. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ YT സ്റ്റുഡിയോയിൽ കുറച്ച് ട്രിക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ കീവേഡ്സ് എവിടെ കൊടുക്കണം, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലിങ്ക് എവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം, അങ്ങനത്തെ കുറേ ഓപ്ഷൻസുകൾ നമുക്ക് YT സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ അത് എന്താണെന്നും അവിടെ എങ്ങനെയാണ് നമ്മൾ കീവേഡ്സ് കൊടുക്കുന്നതും എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇതുപോലുള്ള പുതിയ ട്രിക്സുകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് വരാം. പുതിയ യൂട്യൂബേഴ്സ്ക്ക് അതൊരു ഉപകാരിക്കും. നമ്മൾ ആദ്യം തുടങ്ങിയവർക്ക് നമ്മുടെ ചാനലിൽ ഇതൊന്നും വലിയ ഇതുണ്ടാവില്ല, പക്ഷേ പുതിയ യൂട്യൂബേഴ്ക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ ഇതുപോലെ ഡാഷ്ബോർഡാക്കി മാറ്റണം. ഡാഷ്ബോർഡാക്കിയിട്ട് ക്രോം പേജിൽ പോയിട്ട് ഡാഷ്ബോർഡാക്കി മാറ്റിയിട്ട് നമ്മൾ താഴെ കാണുന്ന ഒരു സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാനൽ, അങ്ങനെ ജനറൽ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസുകൾ കാണും. അതിൽ ചാനലിൽ പോയി കീവേഡ്സ് എന്ന ഓപ്ഷനിൽ പോവുക. കീവേഡ്സ് നമ്മളെ ചാനൽ ഇതുപോലത്തെയാണ്, അതുപോലത്തെ കീവേഡ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ആണെങ്കിൽ കുക്കിംഗ് എന്നുള്ള കീവേഡ് കൊടുക്കുക. അതേപോലെ ഫുഡ്, ക്ലീനിങ്, വീട്, കുക്കിങ്ങിൻ്റെ അതുമായി ബന്ധപ്പെട്ട കീവേഡ്സുകൾ കൊടുക്കുക. അതുമായി നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഹോം ടൂറിനൊക്കെ നല്ല റീച്ച് കിട്ടുമല്ലോ. അപ്പോൾ ഹോം ടൂർ അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ട കീവേഡ്സുകൾ കൊടുക്കുക. ഞാൻ ഇപ്പോൾ പുതുതായി നമ്മളെ യൂട്യൂബിൻ്റെ ചാനലിനെ പറ്റിയുള്ള അതുപോലത്തെ ടോപ്പിക്സാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കീവേഡ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെക്കായും ഒരുപാട് വ്യൂസുള്ള ചാനലുണ്ടാവില്ലേ, അവരെ നെയിമൊക്കെ നമുക്കിവിടെ കീവേഡ്സായിട്ട് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെ വീഡിയോ തുറക്കുമ്പോൾ നമ്മളെ വീഡിയോസും അവിടെ കാണിക്കും. അതുവഴി നമുക്ക് ഒരുപാട് വ്യൂസ് വരാനും പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വളരെ ഉപകാരമാവും. നമ്മളെ ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മളെ ചാനലും ആ ഒരു ഭാഗത്ത് കാണിക്കും. അപ്പോൾ പുതിയ കുക്കിങ്ങിൻ്റെ ഷെഫ്, പിന്നെ പുതിയ വലിയ ചാനലുകളുണ്ടാവില്ലേ, ആ ചാനലൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഈ കുഞ്ഞ് ചാനലും അതിൻ്റെ ഇടയിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല അടിപൊളി കണ്ടൻറ്റുള്ള വീഡിയോസായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ നമ്മളിവിടെ കുറേ കീവേഡ്സും നമ്മളെ യൂട്യൂബിൻ്റെ ലിങ്കും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായൊരു വീഡിയോ ആണ്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.